ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെറിയൊരു സെലിബ്രേഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിനൊരു കേക്കും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് തിരുവരിക്ക് നമ്മൾ ഒക്കാശയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു ഡ്രീം കേക്ക് വാങ്ങിയിട്ട് മിറാനിന് കൊടുത്തതാണ് കേട്ടോ. മുഴുവനൊന്നും അവിടെ നിന്ന് തിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആ മറ്റേ കേക്ക് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ പേര് എഴുതുന്ന ടൈമോ അത്രയും നമ്മളവിടെ വെറുതെ ഇരിക്കണ്ടേ. ഇവനാണെങ്കിൽ വെറുതെ അവിടെ അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഡ്രീം കേക്കിൻ്റെ ബോക്സ് വാങ്ങിക്കാണ്ട് അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ 10K സെലിബ്രേഷൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അതിന് ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വാങ്ങിച്ച്, പിന്നെ അത് മാത്രമല്ല നമ്മളെ ഫസ്റ്റ് യൂട്യൂബ് പേയ്മെൻറ്റും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ചെറിയൊരു സെലിബ്രേഷനാണ് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. നിങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പേയ്മെൻറ്റ് വാങ്ങാൻ കഴിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തൂലേന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തതും ലൈക്ക് ചെയ്തതും എല്ലാം കൊണ്ടാണ് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരോടല്ലാതെ ഞാൻ വേറെ ആരോട് നന്ദി പറയാനാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ മക്കളും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ആരും ഒന്നുമില്ലേ. ഇതിപ്പോൾ എൻ്റെ മോളാണ് പേരക്കുട്ടിന്. ഇപ്പോൾ ഒരാൾ വീഡിയോ എടുത്തും തരുന്നുണ്ട്. തീരെ ക്ലിയർ ഇല്ലായിരുന്നു. രാത്രി ഒരു 8 മണിയൊക്കെ നേരത്താണ് ഇട്ടത് എടുത്തിക്കണത്. അപ്പോൾ മിറാനുവിന് പനിയായിട്ട് ഡോക്ടറൊക്കെ കാണിച്ച് വന്നതിൻ്റെ ശേഷമാണ്, ഇപ്പോൾ പനിയൊക്കെ കുറച്ചൊന്ന് ഭേദമായതിൻ്റെ ശേഷമാണ് കേക്ക് മുറിക്കാനൊക്കെ നിന്നിക്കണത് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കാട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു മന്തി റെസിപ്പിയാണ് കാട്ടുന്നത്. ഞാനിവിടെ ചെറിയ രീതിയിൽ കാറ്ററിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിരുന്നിട്ട് മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, കബ്സ അങ്ങനെയൊക്കെ 5 കിലോത്തിൻ്റെയും 10 കിലോത്തിൻ്റെയും 2 കിലോത്തിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ ഞാൻ കൊടുക്കണം മന്തീൻ്റെ സിമ്പിളായിട്ടുള്ള മന്തീൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ കാണിക്കണത് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ മന്തീൻ്റെ റെസിപ്പി. അപ്പോൾ ഞാനിതാ ഞങ്ങൾ ആളെ കണക്കാക്കിയിട്ട് ഞാൻ 10 പീസ് ചിക്കൻ കടയ്ക്ക് വിളിച്ച് പറയലാണ്. തോലുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ തോലൊന്നും ഇല്ലാത്ത ചിക്കനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 10 പീസ് മന്തിക്കുള്ള ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കടയിൽ നിന്ന് അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഊറ്റി വെക്കണം. എന്നിട്ട് ഞാൻ ഒരു ഫോർക്കേറ്റ് അതിന്മേൽ നല്ലോണം കുത്തിട്ട് കൊടുത്തതാണ് കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ മസാല ഒക്കെ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 5-6 ഏലക്കായ്, കറാമ്പട്ട, കറാമ്പൂവ്, പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങട്ട, അതൊന്ന് ഓട്ട കുത്തിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ബേ ലീഫ് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിൽ 4 കട്ട ഉണ്ടാവുമല്ലോ, അത് മുഴുവനായിട്ടും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. പിന്നെ അതാ 1 കപ്പ് നിറയില്ല, കുറച്ചൊരു കുറവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ തന്നെ 1 കിലോ മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത്. ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതാ കുറച്ച് ഫുഡ് കളർ, റെഡ് ആണ് ഫുഡ് കളർ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ചിക്കൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യട്ടോ, ഒരു നിർബന്ധമില്ല നമ്മൾ ഈ ഫുഡ് കളറ് ഊറ്റിച്ച് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ മന്തി ആകുമ്പോൾ നമ്മൾ കടയിലൊക്കെ തിന്നുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ ആ ഒരു കളറ് വരുമ്പോഴും മക്കൾക്കും അതേമാതിരി കിട്ടണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറും കൂടി ഞാൻ ഇട്ടെടുത്തിന്ന്, അത് സ്കിപ്പായി പോയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി ഇട്ടെടുത്തോണ്ട്. ഈ മന്തി മസാല പൗഡർ എന്ന് പറഞ്ഞാൽ അറബിക് മസാല പൗഡർ ഏതായാലും മതി, നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിക്കണം. 5 മിനിറ്റ് തന്നെ കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ ആ മൂടിക്ക് ഓട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓട്ട അടച്ചു കൊടുക്കും വേണം. ഞാനിപ്പോൾ ഒരു കറാമ്പൂ കൊടുത്തിട്ട് അതിന് മേലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്താൽ തീരെ ആവി പുറത്തേക്കൊന്നും വരില്ല കേട്ടോ. എന്നിട്ട് ഇതേമാതിരി നല്ലോണം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടെ. പിന്നെ ഒരു 10 മിനിറ്റ്
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ തന്നെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ഉള്ളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാമല്ലോ ചിക്കൻ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കിയത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചും മറിച്ചൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 പ്രാവശ്യം മറിച്ചിട്ടാൽ മതി. പിന്നെ ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി വെച്ചെടുക്കുമ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത്, ഇപ്പോൾ ചിക്കൻ്റെ കാലുമൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വേറിട്ട് വരുന്നൊരു പരിവാക്കിക്കണം. പിന്നെ അതിൽ നിന്ന് പകുതി ഓയിൽ നമ്മളൊരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കണം കേട്ടോ. പിന്നെ പറ്റ മുഴുവനായിട്ട് ഇങ്ങോട്ട് എടുക്കരുതേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഓയിൽ ആദ്യം ചിക്കനിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബസ്മതി റൈസാണ്, പിന്നെ സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിക്കുന്നത് 1 കിലോ. അപ്പോൾ അത് ഞാൻ വേവിച്ച് ഇവിടെ ഊറ്റി വെച്ചിട്ടാണ്. നമ്മൾ മന്തിക്കുള്ള റൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ വേവിച്ച് വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ബിരിയാണീൻ്റെ മാതിരി അപ്പം തന്നെ എടുത്ത് ദമ്മിടണം എന്നൊന്നുമില്ല. ഒരു അരമണിക്കൂർ മുന്നേ വേവിച്ച് വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ആവി കയറ്റിയിട്ട് എടുക്കാനുള്ളതല്ലേ. അപ്പോൾ നല്ലൊരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ അരി ഇങ്ങനെ വെന്തോന്ന് നോക്കാൻ വേണ്ടി നമുക്കൊന്നിങ്ങനെ വളഞ്ഞ് വരും അരി. അപ്പോൾ തന്നെ മനസ്സിലാവട്ടെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അത് ഒരു 10-20 മിനിറ്റ് ആവിക്ക് ഇരുന്നിട്ടും കൂടി വേവുമല്ല. അപ്പോൾ പിന്നെ ഞാനിത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ അത് ഒഴിച്ചെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ നല്ല ഉണ്ട പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുത്തുകൊണ്ട് കുത്തി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ, നല്ല രസമാണ്. ഇനി ഇതൊരു 20 മിനിറ്റ് ഞാൻ ഇതേമാതിരി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മന്തി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മന്തിയൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ഈ ചോറ് എടുത്തുകൊണ്ട് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ ചിക്കൻ ഒന്ന് വേർതിരിച്ച് വെക്കണം. എന്നിട്ട് നമ്മളിതെല്ലാ റൈസും കൂടി അടിയത്തെ മസാലയൊക്കെ കൂടി ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് നമ്മൾ കോരിയേറ്റൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും കൂടി അരിയും എന്താ പറയുക എണ്ണയും ഓയിലൊക്കെ കൂടി ഒന്ന് മിക്സായിട്ട് കിട്ടണം. എന്നിട്ട് വേണം നമ്മൾ ഒന്നിച്ചിട്ട് സെർവ് ചെയ്യാൻ കേട്ടോ, ചിക്കനും റൈസും ഒക്കെ കൂടി. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഞാൻ ഇതേമാതിരി വേർതിരിച്ച് വെച്ചിട്ട് ചിക്കനും കൂടി വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാതും കൂടി ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ കളറൊന്നും ഒറ്റിച്ച് കൊടുക്കാതെ തന്നെ 2 കളറിലുള്ള റൈസ് നമുക്ക് കിട്ടും കേട്ടോ. അടിയത്തെ റൈസും മേലത്തെ റൈസും കൂടി മിക്സ് ആകുമ്പോൾ നല്ലൊരു കളറിലുള്ള റൈസ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ വേർതിരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും നിങ്ങൾക്കൊക്കെ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഓൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിവിടെ മന്തിയിലേക്ക് ഒരു കറിയും കൂടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കണ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഒക്കെ ഒന്ന് കണ്ടുപോയിട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാവും. ഇവിടെ ഇതില്ലാതെ ആരും ചോറ് തിന്നൂല കേട്ടോ, മന്തി റൈസ് കഴിക്കൂല. അപ്പോൾ ഫസ്റ്റ് തന്നെ മിറാനാണ് കേട്ടോ വണ്ടി കൊടുക്കുന്നത്. മിറാനേന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോറാണ് മന്തി കേട്ടോ. അതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അവന് മന്തി കണ്ടിട്ട് ഭയങ്കര ധൃതി കൂട്ടലാണ് കേട്ടോ, ഫസ്റ്റ് അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവനക്കാണ് കൊടുക്കുന്നത് മന്തിയും കോഴിക്കാലും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോറ് തിന്നതിൻ്റെ വിശേഷമായിട്ട് ഞങ്ങൾ ഇത്ര ആൾക്കാർ. ഇതിൻ്റെ മൂത്ത മോനാണ്, ഇത് ചെറിയത് രണ്ടാമത്തെ ആളാണ്. പിന്നെ മോളാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ ഇവന് മന്തിയിലേക്ക് കറി ഇല്ലാതെ ചോറ് തിന്നോളൂ കേട്ടോ. എന്നും എങ്ങനെ ചോറ് തിന്നായിരുന്നാലും ഇവർ കുറച്ച് കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് തിന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാരോടും പുതിയ സിമ്പിളായിട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ. കുറേ സിമ്പിൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. മാമനോട് എന്താ പറയും, തല്ലുണ്ടാക്കാതെ തിന്നാൻ പറയും. ഈ ചിക്കൻ തരുമോ? ചിക്കൻ തരും ഇറാനോ?
ആ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ മേത്തേക്ക് ഇങ്ങനെ വരും. ചിക്കൻ തിന്നാ ചോറ് കാണട്ടാ. സിനുവിന് ഈ കറി ഇല്ലാതെ പിന്നെ മന്തി ഉണ്ട് ഉള്ളിൽ പോലും. പിന്നെ പുറത്തുനിന്ന് എങ്ങനെ അവരോട് ഞാൻ ഈ റെസിപ്പി ഒന്നും മന്തിക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ കറി ഇപ്പൊ പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് നിങ്ങളിപ്പോ തിന്നില്ല. അപ്പൊ അറിയില്ല. റനു റനു ചിക്കൻ തരുമോ? ചിക്കൻ തരും. ഞാൻ കാല് ഇതാവോളം ഇറാൻ തിന്നു. ഇതൊന്നും വരാനും കഴിയില്ല.